ശ്രീ ജിൻഡോ, ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ ഒരു FB പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ സംസ്ഥാന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത UDF ഇന്ന് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. സ്വന്തം വാദം പ്രാവർത്തികമാക്കാനും കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്താനും നികുതി കുറയ്ക്കാനും അവർ എന്തൊക്കെ ചെയ്യുമെന്നറിയാൻ സംസ്ഥാനത്തെ ജനങ്ങൾ ആകാംക്ഷാഭരിതരാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ് അവസാനിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം ഡൽഹിയിലുണ്ട്, പ്രധാനമന്ത്രിയെ കണ്ടു, അദ്ദേഹം ധനമന്ത്രിയെ കണ്ടു, അതിനുശേഷം അദ്ദേഹം ഇന്ന് വാർത്താലേഖകരോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നത് ഇന്ധനവില വർധനയും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള വിലവർധനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നമുക്ക് ആലോചിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താം, ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞ വാചകം മനസ്സിൽ കിടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഈ പറയുന്ന നികുതി ഒഴിവാക്കാൻ തയ്യാറാകും. ഇപ്പോൾ 2 രൂപ സെസ് ഉൾപ്പെടെ പിരിക്കുന്നുണ്ട്. അത് കുറച്ചുകൊണ്ട് ഈ ഭാരം പൊതുജനങ്ങളുടെ തലയിൽ നിന്ന് അത് ലഘൂകരിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ഈ കാര്യം നടപ്പാക്കുക എന്നത് ഉത്തരവാദിത്വമല്ലേ? ഗോപി, താങ്കളുടെ ചോദ്യം 100% ശരിയാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പറ്റാവുന്ന രീതിയിലൊക്കെ ഇടപെടണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ വിഷയം ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിശോധിച്ചിട്ട്, നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിച്ചിട്ട് വേണ്ടത്ര ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തൊരു തീരുമാനം പറയാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ യോഗ്യനല്ലാത്തത് കൊണ്ടാണ് അവിടെ വെച്ച് നിർത്തുന്നത്. ഇനി ഒരു കാര്യം, എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോടുള്ള ചോദ്യം, അദ്ദേഹം ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ പെട്രോളിൻ്റെ തീരുവ കുറച്ച് ആളുകളെ സഹായിക്കണമെന്നാണല്ലോ. അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് ചെയ്യാമായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യം അദ്ദേഹം സ്വയം ചോദിക്കേണ്ടതാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കേന്ദ്ര സർക്കാർ എത്ര കൊള്ളയടിക്കാൻ നോക്കുമ്പോഴും സംസ്ഥാന സർക്കാർ അല്ല, ഞാൻ പറഞ്ഞത് അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ചെയ്തിട്ടുണ്ട്. നമ്മൾ അല്ല, ഞാൻ പറഞ്ഞ പൂർത്തിയായി. ഒരു നിമിഷം, ഞാൻ താങ്കൾക്ക് ആ ഭാഗം പറയാൻ അവസരം. മനസ്സിലായി. ജിൻഡോ പറഞ്ഞോളൂ. അല്ല, ഞാൻ അദ്ദേഹത്തോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഇത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ മുൻപ് കുറച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ മുൻപ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജനങ്ങൾ മുറവിളി കൂട്ടിയ സമയത്തും കുറയ്ക്കാമായിരുന്നു. അപ്പോൾ കുറയ്ക്കണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യമാണ് പിണറായി വിജയൻ ചോദിച്ചത്. അത് ചോദിക്കാൻ പിണറായി വിജയൻ അല്ലാതെ കേരളത്തിലെ ഏതൊരു സാധാരണക്കാരന് അവകാശമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിനുള്ള കൃത്യമായിട്ട് ഉത്തരം ബഹുമാനപ്പെട്ട ധനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ നൽകുന്നതായിരിക്കും. കാര്യങ്ങൾ പരിശോധിച്ച് പഠിച്ച് വേണ്ടത്ര നടപടികൾ നമുക്ക് എല്ലാവർക്കും ഗുണകരമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ രാജ്യത്തെമ്പാടുമുള്ള മനുഷ്യരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് സൗകര്യം ചെയ്യുന്ന രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയപരിപാടികളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. കേരളം എന്നുള്ളൊരു ചെറിയ സ്റ്റേറ്റിൽ മാത്രം ഉണ്ടാകുന്ന കാര്യമില്ല. നമ്മൾ അന്യസംസ്ഥാന യാത്രകൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. നമുക്കിവിടേക്ക് വരുന്ന നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടേക്ക് വരുന്ന ചരക്കുകളുടെ ഒക്കെ വില നിയന്ത്രിക്കപ്പെടുന്നതും അതൊക്കെ തീരുമാനിക്കപ്പെടുന്നതും ഈ പെട്രോളിയത്തിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംസ്ഥാനത്ത് തുലവും തുച്ഛമായ 1 രൂപ കുറയ്ക്കുന്നത്, അത്രയും 1 രൂപ കുറച്ചാൽ അത്രയും, അല്ലെങ്കിൽ എത്ര കുറയ്ക്കുന്നു അത്രയും ഗുണകരമാണെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് മാത്രം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ പറയേണ്ടത്, ഇപ്പോൾ BJPയുടെ പ്രതിനിധി ശ്രീ പത്മനാഭൻ പറഞ്ഞത് ഇപ്പോൾ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ടാണ് ഈ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പണ്ട് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കക്കൂസ് പണിയാൻ വേണ്ടിയിട്ടാണെന്നാണ്. പിന്നെയും കൂടുതൽ ചോദിച്ചപ്പോൾ വി മുരളീധരൻ്റെ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ കണ്ടു ഈ വിലവർദ്ധനവിനെ കുറിച്ചിട്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഓരോ ബാരലിനും കുറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് $19 വരെ കുറഞ്ഞ സമയത്തും ഈ രാജ്യത്തെ മനുഷ്യർക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇപ്പം ശ്രീ AM ആരിഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായിട്ട് വില കുറയുകയോ വില പിടിച്ചു നിർത്തുകയോ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സമയത്ത് കൃത്യമായി വില കൂട്ടാനുള്ള ജാഗ്രത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ജനങ്ങളുടെ മറവി ഒന്നുകൊണ്ട് മാത്രമാണ്. മറവിയുടെ ബലത്തിൽ കൊള്ളയടിക്കാൻ സൗകര്യം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 21 പ്രാവശ്യത്തിലധികം വില വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഇവർ പറയുന്ന കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കുന്ന 4 പ്രാവശ്യത്തോളം വില കൂടി എന്നുള്ളതാണ്. CNG, ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. CNGയുടെ വിലയെ കുറിച്ച് പരിശോധിക്കണം, അതും 96 രൂപയോളം എത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം
ഇപ്പോൾ കാണാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഗ്യാസിൻ്റെ വില കൂടി എന്നും പറഞ്ഞ് പണ്ട് 450 രൂപ 500 രൂപയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഗ്യാസ് കുറ്റിയും ചുമന്ന് സമരം ചെയ്ത തെരുവിൽ സമരം ചെയ്ത BJP നേതാക്കന്മാർക്ക് ഇപ്പോൾ അടുക്കളയിലെ വിലക്കയറ്റത്തെക്കുറിച്ച് ആശങ്കയില്ല. ഒരു ജിൻഡോ, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഉൾപ്പെടെയുള്ള ആഗോള സാഹചര്യങ്ങൾ ഇതിന് കാരണമായി പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ CNG കാര്യം ശരിയാണ്, 83 രൂപയായി. ഈ 11 ദിവസത്തിൽ 7 രൂപയാണ് ഈ CNG കാര്യത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ഇതുൾപ്പെടെയുള്ള മുഴുവൻ ഈ ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു മറുപടി ഇത് ഇപ്പോൾ നേരത്തെ തന്നെ ശ്രീ പത്മനാഭൻ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? ഇപ്പോൾ ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധി അത് ഒരു ആഗോള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അല്ല, ഞാൻ പറയട്ടെ ഗോപി, പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കൂടിപ്പോയ ഒരു 3 മാസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉണ്ടാവട്ടെ, ഇറാൻ ഒരു മുസ്ലിം രാജ്യമല്ലേ, അവിടെ പൊട്ടിക്കട്ടെ, അമേരിക്കയ്ക്ക് കൈയടിക്കുകയും ഇസ്രായേലിന് കൈയടിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ലോകത്തെ എവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ബാധിക്കും എന്നുള്ള സാമാന്യബോധം നഷ്ടപ്പെട്ട കുറേ ആളുകൾ യുദ്ധത്തിന് കൈയടിച്ചുകൊണ്ടിരുന്നു. ഇവിടെ എൻ്റെ പ്രശ്നം അതല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ പശ്ചിമേഷ്യയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിനും മുമ്പും രാജ്യത്തെ സ്ഥിതിഗതികൾ തെരഞ്ഞെടുപ്പുള്ളപ്പോൾ മാത്രം വില കുറയ്ക്കുകയോ പിടിച്ചു നിർത്തുകയോ ചെയ്യുന്ന സർക്കാർ, തെരഞ്ഞെടുപ്പില്ലാത്ത മുഴുവൻ കാലഘട്ടത്തിലും വില കൂട്ടാൻ നോക്കുന്ന സർക്കാർ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഈ രാജ്യത്തെ മനുഷ്യരെ വില കൂട്ടി കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ എപ്പോഴെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള തീരുമാനമെടുക്കുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാത്തിനും പശ്ചിമേഷ്യയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ പ്രശ്നം ഇല്ലാത്ത കാലത്ത് ഇവിടെ വില കുറഞ്ഞോ? നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയോ? 2 പ്രാവശ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ക്രൂഡ് ഓയിലിന് ബാരലിന് 20 രൂപ $19 എത്തിയപ്പോൾ ഈ പറഞ്ഞ സഹായമൊന്നും കണ്ടില്ലല്ലോ. പണ്ട് എൻ്റെ ചോദ്യം അവിടെയാണ് ഗോപി. പണ്ട് മൻമോഹൻ സിംഗ് ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ വില കയറ്റത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും അധികം വില നിന്നപ്പോൾ ഇവിടെ 50 രൂപയ്ക്ക് പെട്രോൾ, 75 രൂപയ്ക്ക് പെട്രോൾ, 45 രൂപ 50 രൂപയ്ക്ക് ഡീസലൊക്കെ കിട്ടുന്ന സമയത്ത് ഇവിടെ സമരം ചെയ്ത ആളുകൾ ഇന്ന് എന്താ പറയുന്നത്? ഇന്ന് അവർക്കൊരു മറുപടിയില്ല. ഇവർക്ക് സമരം ചെയ്യണ്ടേ? ഈ നാട്ടിൽ അടുക്കളയിലെ വിലക്കയറ്റത്തെക്കുറിച്ച് സമരം ചെയ്യണ്ടേ? ഗ്യാസിൻ്റെ വിലക്കയറ്റത്തെക്കുറിച്ച് സമരം ചെയ്യണ്ടേ? 50 രൂപയ്ക്ക് ഇവർക്ക് പെട്രോൾ കൊടുക്കാൻ പറ്റുമോ? രൂപയുടെ മൂല്യം കുതിച്ചു കയറുന്നുണ്ടല്ലോ, 96 എത്തിയല്ലോ. അപ്പോൾ രൂപയുടെ മൂല്യം കുറയ്ക്കണ്ടേ ഇവർക്ക്? അപ്പോൾ പണ്ട് പറഞ്ഞതൊക്കെ ഒന്നുകിൽ പച്ചക്കള്ളവും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷേപമായിരുന്നു പറയണം. അന്താരാഷ്ട്ര മാർക്കറ്റിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, പശ്ചിമേഷ്യയിൽ യുദ്ധം വന്നാൽ ഞങ്ങൾ വില കൂട്ടും എന്നൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ആകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എല്ലാ മാസവും തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാമല്ലോ. CNGക്ക് 83 രൂപയല്ല 96 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിക്കവാറും കിട്ടാനുമില്ല ഈ സാധനം. ആളുകളെ പ്രോത്സാഹിപ്പിച്ച് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. ഇപ്പോൾ ഗ്യാസിന് ഒരു പ്രശ്നമില്ലെന്നൊക്കെയാണ് ഇവർ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇവരുടെ ആളുകൾ പറയുന്നത്. പ്രശ്നമില്ലാത്തത് നാട്ടിലെ മനുഷ്യൻ മുഴുവൻ പറമ്പിൽ പോയി വിറക് പറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ 10,000 ഹോട്ടലുകൾ പൂട്ടിപ്പോയി. ഗ്യാസിന് ഒരു പ്രശ്നമില്ല, കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചായ കിട്ടാനില്ല, ചായ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഉടക്കത്തെ വില കൊടുക്കേണ്ട ഗതികേട്. അതിനൊരു മറുപടി ഇല്ല. പണ്ട് പറഞ്ഞു കക്കൂസ് പണിയാനാണെന്ന്, ഇപ്പോൾ പറഞ്ഞു ദേശീയപാത പണിയാനാണെന്ന്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പണിതോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.